ഹായ് ഓൾ. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളോടൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്തയാണ് കോവിഡ് കേസുകൾ ഉയരുന്നു എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 2019 നമ്മുടെ COVID-19 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളെല്ലാവരും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലൂടെ കടന്നുപോയവരാണ്, ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ കോവിഡ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് 6 വർഷത്തിനിപ്പുറം 2025 ആകുമ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു വാർത്തകൾ കേട്ട് തുടങ്ങുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 1000-ലധികം കേസുകളാണ് ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലാണ് അതിൽ 727 കേസുകളും കേരളത്തിലാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് കേരളത്തിലാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഏതായാലും കേരളത്തിലാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാരാഷ്ട്ര, ഡൽഹി, അതുപോലെ തന്നെ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് പിന്നെ കോവിഡ് കേസുകൾ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ നമ്മുടെ കേരളത്തിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ അതിന് മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവാമെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ജാഗ്രത നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മുമ്പ് വന്നിരുന്ന കോവിഡിൽ നിന്നും വ്യത്യസ്തമായ വേരിയൻസ് ആണ് ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത്. അതായത് 2019, 20, 21 കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡിൽ നിന്നും ആ വൈറസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേരിയൻസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. JN1, അതുപോലെ തന്നെ BA2, NB18.1, അതുപോലെ തന്നെ LF7 പോലെയുള്ള വേരിയന്റുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏകദേശം 53% JN1 വേരിയന്റ് കോവിഡ് വൈറസുകളാണ്, ഒമിക്രോൺ വൈറസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മുമ്പ് കോവിഡിനെ അതിജീവിച്ച് കടന്നു വന്നവരായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായും നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേതുള്ളതുപോലെ അത്രമേൽ ഭയാനകമായ രൂപത്തിലായിരിക്കില്ല നമ്മളെ കോവിഡ് ബാധിക്കുക എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും വാക്സിനൊക്കെ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് മുമ്പുള്ള അതേ വൈറസ് അല്ല, അതിൽ നിന്നും വ്യത്യസ്തമായ വേരിയന്റുകളാണ് എന്നുള്ളതിന്റെ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ആ നിലക്ക് വലിയ രൂപത്തിൽ പ്രയാസത്തോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാനിക് ആവേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ ആവശ്യമായ ഒരു മുൻകരുതലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നു, കുട്ടികൾ എല്ലാവരും പുറത്തേക്ക് പോകാൻ പോവാണ്, സ്കൂളിലേക്ക് പുറത്ത് പോകാൻ പോവാണ്. അതുപോലെ തന്നെ ബസ്സുകളിലാണ് അവർ യാത്ര ചെയ്യുക, വളരെ ക്രൗഡഡ് ആയ പ്ലേസസിലൂടെ അവർ യാത്ര ചെയ്യും. ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരിക്കലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പനി, ചുമ, അതുപോലെ തന്നെ തലവേദന, ഡ്രൗസിനെസ് പോലെയുള്ള കോവിഡിന്റെ സിംറ്റംസ് ഇത് സാധാരണ മറ്റ് മഴക്കാല രോഗങ്ങളുടെ സിംറ്റംസ് പോലെ തന്നെയാണ്. അതൊന്നും കാര്യമായൊരു വ്യത്യാസമൊന്നും ഒരു പക്ഷേ നമുക്ക് ആദ്യ ഘട്ടത്തിൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് അധികം ആ നിലക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ രൂപത്തിൽ ഇത്തരം സിംറ്റംസ് ഉള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സാധാരണ രോഗം പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിധിയിലപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ വെച്ച് നീട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ മഴക്കാല രോഗങ്ങളുടെ സിംറ്റംസ് തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചധികം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകാതിരിക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളോട് പരമാവധി പറയുക, ഒരു ക്രൗഡഡ് പ്ലേസസിനെ പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ തന്നെ മാസ്ക് പോലെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് സ്വീകരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബസ്സിലൊക്കെ പോകുമ്പോൾ അത് കുറച്ചുകൂടി നമ്മളെ സേഫ് ആക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സാനിറ്റൈസർ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നമ്മുടെ കോവിഡിനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. അതുപോലെ തന്നെയാണ് മറ്റ് മഴക്കാല രോഗങ്ങളെയും അതിൻ്റെ പിന്നെ വളരെ സീരിയസ് ആയ ഫേസസിനെയും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. മലേറിയ, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ, പിന്നെ എലിപ്പനി പോലെയുള്ള മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ച് കൃത്യമായൊരു അവയർനെസ് വേണം. കാരണം നമുക്ക് പല രോഗങ്ങളെയും അതിന്റെ സിംറ്റംസ് തുടക്കത്തിൽ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും, അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പനിയാണ് അല്ലെങ്കിൽ മഴ കൊണ്ടത് കൊണ്ട്
പനി പിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും. പക്ഷേ ചിലതിൻ്റെയൊക്കെ സിംറ്റംസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം അതിനെക്കുറിച്ചൊക്കെ അവെയർ ആവുക. കോവിഡിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ എലിപ്പനി, ഇങ്ങനെയുള്ള മലേറിയ പോലെയുള്ള ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് എന്നുള്ളതും അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും കൃത്യമായ അവയർനെസ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പരിധിക്കപ്പുറത്തേക്ക് അത്തരത്തിലുള്ള സിംറ്റംസ് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇല്ല എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കുട്ടികളുടെ പുതിയ ഒരു വർഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അവർക്ക് ഒരുപാട് പുതിയ പ്രതിജ്ഞകളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ഉണ്ടാകും. അതിലേക്കൊക്കെ അവരെത്തട്ടെ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട ഇത്തരം കാര്യങ്ങളെ ആ നിലക്ക് തന്നെ സമീപിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വഴിയിലൂടെയുള്ള നടത്തം, പിന്നെ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. ആ നിലക്ക് ഏറ്റവും നല്ലൊരു പുതിയൊരു അധ്യയന വർഷം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുകയാണ്. രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.